Hello friends, welcome back to Zaira's Easy Cooking. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി മയോണൈസ് ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ്. പൊറോട്ടൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ കറീൻ്റെ റെസിപ്പിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാൻ ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത് വെച്ച് 2 ഉള്ളി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇത് കട്ട് ചെയ്യുമ്പോൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. സവാള ഇവിടെ ഇപ്പം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ സോസ് ചേർക്കുമ്പോൾ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ ചിക്കനും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് അടച്ച് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് ഇത് തുറന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ഇത് കുക്കായി കിട്ടും. ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പോലെ മല്ലിയില കട്ട് ചെയ്തും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഈ ഒരു ഗ്രേവി ഇതിൽ നിന്നോട്ട് നന്നായി ഇത് വറ്റിച്ചെടുക്കുന്നില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇത് കറി ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടി ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കറി ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്ക് മയോണൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക്. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് ഒരു 3 നുള്ള് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം വിനീഗറും യൂസ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഇവിടെ ഇപ്പം 1/2 കപ്പ് മയോണൈസാണ് തയ്യാറാക്കുന്നത്. ഈ ഒരു മയോണൈസ് 1/2 കപ്പ് മയോണൈസ് ഉണ്ടാവുള്ളൂ. ഇത് ഫുള്ളും നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നതാണ്. ഇത് ഇവിടെ ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. നല്ലൊരു തിക്ക് പേസ്റ്റ് പോലെ മയോണൈസ് ആയാലും നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് കറിയിൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കറീൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക.
നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസ് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. കറി ഇവിടെ ഇപ്പോൾ നല്ലപോലെ മയോണൈസ് ചേർത്ത് ഞാൻ 1/2 കപ്പ് മയോണൈസ് ഫുൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി മയോണൈസ് ചിക്കൻ കറിയുടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.